21ാമത്തെ എപ്പിസോഡിക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. മഹാഭാരതം എപ്പിസോഡ് 21 RK നാരായണൻ്റെ ദി മഹാഭാരത എന്ന പുസ്തകത്തിനെ ആസ്പദമാക്കി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥയിലെ 21ാം എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചിരുന്നത് യുധിഷ്ഠിരനോട് വിതുരൻ വന്ന് കുറച്ച് ഉപദേശങ്ങൾ പറയുന്നതാണ്. വിതുരൻ പറയുന്നത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് കർമ്മങ്ങൾ എന്നുള്ളതാണ്. അതിനുശേഷം നമ്മളെന്താ ചെയ്ത ഒരു രാജാവ് എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതിനെയൊക്കെ പറഞ്ഞു കൊടുത്തു. ഒരു ഏകദേശം ഒരു അടിത്തറ പറഞ്ഞു കൊടുത്തു. അതിന് ശേഷം നാരദ മുനിയും വന്ന് യുധിഷ്ഠിരനോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇപ്പം നമ്മൾ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ പ്രാവശ്യം ഇനിയൊരു കാര്യം നോക്കിയത് ദുര്യോധനന് യുധിഷ്ഠിരനും ഭീമനും അർജുനൻ്റെയൊക്കെ സമൃദ്ധിയും അവരുടെ രാജ്യവും അവരുടെ കഴിവുകളൊക്കെ കണ്ടിട്ട് വളരെ അസൂയ തോന്നിയിരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ നിർത്തിയത്. ഇന്നലത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു വ്യാസ മഹർഷി വ്യാസൻ യുധിഷ്ഠിരനെ കാണാൻ വരുന്നുണ്ട് എന്ന്. അപ്പോൾ വ്യാസൻ ഇവിടെ വന്നിട്ട് പറയണേ, യുധിഷ്ഠിരനോട് പറയണേ, യുധിഷ്ഠിര, നിനക്കുള്ള ചുമതലകൾ, നിനക്കുള്ള ജോലികൾ, ഇനി ചെയ്യേണ്ട ജോലികളും ഉള്ളതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി അടുത്ത് വരുന്ന കുറച്ച് വർഷങ്ങൾ വളരെ കഠിനമായ വർഷങ്ങളായിരിക്കും. ഒരുപാട് പണിയുണ്ട് നമുക്ക് ചെയ്യാൻ. അത് കഴിഞ്ഞാൽ ഒരു മഹായുദ്ധം നടക്കും. ആ യുദ്ധത്തിൽ ക്ഷത്രിയ വംശം തന്നെ നശിച്ചു പോകും. എല്ലാ ആൾക്കാരും മരണപ്പെട്ടു പോകും. എല്ലാ ക്ഷത്രിയന്മാരും മരണപ്പെട്ടു പോകും. ക്ഷത്രിയന്മാർ ഇനി ഉണ്ടാവാതിരിക്കുന്നവരെ മഹായുദ്ധം, വലിയൊരു യുദ്ധമാണ് ഇനി നടക്കാൻ പോണത്. ആ യുദ്ധത്തിനെ നയിക്കുന്നത് നീയായിരിക്കും എന്ന് വ്യാസ മഹർഷി യുധിഷ്ഠിരനോട് പറയാണ്. ഇതൊക്കെ കേട്ടപ്പോൾ യുധിഷ്ഠിരൻ്റെ മനസ്സ് വളരെയധികം ചഞ്ചലമായി, പേടിച്ചു. യുധിഷ്ഠിരൻ മഹാരാജാവാണെങ്കിലും യുധിഷ്ഠിരന് മനസ്സിൽ വളരെ അസ്വസ്ഥതായി. എന്താണ്, ഒരാളെയും എനിക്ക് വെറുപ്പിക്കാൻ കഴിയില്ല, ഒരാളെയും കൊല്ലാൻ എനിക്ക് കഴിയില്ല, ഒരാളോടും കൽപ്പിക്കാൻ എനിക്ക് കഴിയില്ല. എൻ്റെ അനുജന്മാരായിക്കോട്ടെ, സാധാരണക്കാരായിക്കോട്ടെ, ആരാണെങ്കിലും ഞാൻ ആരോടും കടുത്ത ഭാഷയിൽ സംസാരിക്കില്ല, ആരെയും ചീത്ത പറയില്ല, ആരെയും ഉപദ്രവിക്കില്ല. ഒരു യുദ്ധം, ഒരു തമ്മിത്തലിനും ഞാൻ കാരണമാവാൻ ഇടയുണ്ടാവില്ല. എല്ലാം ഞാൻ ഒഴിഞ്ഞു മാറും. എനിക്കൊന്നും നേടാനില്ല. എനിക്ക് ജനങ്ങളുടെ സമാധാനമാണ് പ്രധാനം. ഞാനൊരു യുദ്ധത്തിനോ ആൾക്കാരെ ഉപദ്രവിക്കാനോ ഞാൻ പോവില്ല എന്ന് യുധിഷ്ഠിരൻ എന്താ ചെയ്യുക, യുധിഷ്ഠിരൻ മനസ്സിൽ സ്വന്തമായിട്ട് പറയണ്. വ്യാസമഹർഷി എല്ലാവരും വന്ന് പറയല്ലേ, രാജാവാകുമ്പോൾ ഒരുപാടധികം കർമ്മങ്ങളുണ്ട്. ഒരു രാജാവും വളരെ സാത്വികനായി കഴിഞ്ഞാൽ നടക്കില്ല. സാത്വികൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ കുട്ടിക്ക്? സാത്വികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും നല്ല കാര്യങ്ങൾ മാത്രം, ആരെയും വെറുപ്പിക്കാതിരിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക മാത്രം, അല്ലെങ്കിൽ എല്ലാവർക്കും നല്ലത്, നമ്മളെല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റില്ല. ഒരു നല്ല രാജാവാകാൻ പറ്റില്ല. ഒരു നല്ല രാജാവാകുമ്പോൾ ദുഷ്ടന്മാരെ ശിക്ഷിക്കാൻ കഴിവുണ്ടായിരിക്കണം. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ കഴിവുണ്ടായിരിക്കണം. അതൊക്കെ രാജാക്കന്മാരുടെയും നല്ല ലീഡേഴ്സിൻ്റെയും കഴിവുകളാണ്. ഇതൊക്കെ ലീഡർഷിപ്പ് ലെസൺസ് ആണ് കേട്ടോ. എങ്ങനെ നല്ലൊരു രാജാവായി ഭരിക്കേണ്ടത് എന്നുള്ളതിൻ്റെ പാഠങ്ങളാണ് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ജീവിതം മുഴുവനും എന്താണ് നമ്മളുടെ ഉദ്ദേശം? നമ്മളൊരു കഴിവുള്ളയാളായിട്ട് മാറിത്തീരുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ലീഡർഷിപ്പ് സ്കിൽസ്, ലീഡർഷിപ്പ് ക്വാളിറ്റീസിനകത്ത് ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ചില ആൾക്കാരോട് വേണ്ട, എനിക്ക് ചെയ്തു തരാൻ പറ്റില്ല എന്ന് പറയേണ്ടി വരും. എല്ലാ ആൾക്കാരോടും എപ്പോഴും എല്ലാവരും സംതൃപ്തിപ്പെടുത്തിയിട്ടും എല്ലാവരുടെ സന്തോഷത്തിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ലീഡറാവാൻ കഴിഞ്ഞു എന്ന് വരില്ല. കാരണം നമുക്ക് പിന്നീട് സങ്കടം വരും. ഇന്നതൊക്കെ വേണ്ട പറയായിരുന്നു, ഇന്നതൊക്കെ വേണമെന്ന് പറയായിരുന്നു എന്നുള്ള തോന്നൽ നമുക്ക്
പിന്നീട് വരും. അപ്പോൾ ഇതൊക്കെയാണ് യുധിഷ്ഠിരൻ്റെ സംഭവങ്ങൾ. പിന്നെ ഇനിയൊരു സംഭവം എന്താ, നമ്മൾ കഴിഞ്ഞ കഥയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചപാണ്ഡവന്മാരുടെ പ്രശസ്തിയും പഞ്ചപാണ്ഡവന്മാരുടെ കഴിവും അവരുടെ രാജസൂയത്തിൻ്റെ പ്രൗഢി എന്ന് പറയുന്നത് എന്താ അറിയോ? പ്രൗഢി എന്ന് വെച്ചാൽ പ്രൗഢിൻ്റെ പ്രൗഢി പോലെ തന്നെ പ്രൗഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജസൂയം നടത്തിയപ്പോൾ എല്ലാ രാജാക്കന്മാരും എല്ലാവരും വന്നിട്ട് പഞ്ചപാണ്ഡവന്മാരെ ഒരുപാട് പ്രശംസിച്ചില്ലേ? അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ പ്രതാപമൊക്കെ എന്ത് ചെയ്തു, ഹസ്തിനപുരത്തെത്തി. ആരൊക്കെയാണ് ഹസ്തിനപുരത്ത് പോയ? ശകുനിയും ധൃതരാഷ്ട്രയുടെ 100 മക്കളില്ലേ, ദുര്യോധനനും ഇവരൊക്കെ അല്ലേ വന്നിരുന്ന. അപ്പോൾ ഇവർ തിരിച്ച് അവരുടെ രാജ്യത്തിൽ പോയി. അവരുടെ രാജ്യത്തിൽ ഹസ്തിനപുരത്തിലെ പോയി. ഹസ്തിനപുരത്തിലെത്തിയിട്ട് ശകുനി എന്ത് ചെയ്തു, മഹാരാജാവായ ധൃതരാഷ്ട്രനെ കണ്ടു. മഹാരാജാവായ ധൃതരാഷ്ട്രൻ എന്തിനാ കണ്ടേ? ഇന്ദ്രപ്രസ്ഥത്തെ വിശേഷങ്ങൾ അറിയിക്കാൻ. ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്നത് എന്താണ്? പഞ്ചപാണ്ഡവന്മാരുടെ തലസ്ഥാനം. ഇന്നും ഭാരതത്തിന്റെ തലസ്ഥാനം ഇന്ദ്രപ്രസ്ഥമായിട്ട് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ധൃതരാഷ്ട്രയുടെ അടുത്ത് പറയാണ് പോയി. ആരാണ്? ശകുനി പോയി പറയണേ, ആ രാജസൂയത്തിനെ പറ്റി നിങ്ങൾ കേൾക്കേണ്ടതാണ്. നിങ്ങളുടെ മകൻ ദുര്യോധനനെ വളരെ നല്ല രീതിയിലാണ് സ്വീകരിച്ചത്. ആരൊക്കെ? പഞ്ചപാണ്ഡവന്മാരൊക്കെ ദുര്യോധനന് നല്ല രീതിയിലാണ് സ്വീകരിച്ചത്. പക്ഷെ ദുര്യോധനൊരു സന്തോഷം ഉണ്ടായിരുന്നില്ല. ദുര്യോധനൻ്റെ മുഖം അങ്ങനെ വാടിപ്പോയി, നിറം അങ്ങ് മങ്ങി. പിന്നെ കഴിക്കുന്ന ഭക്ഷണത്തിനൊരു സ്വാദുണ്ടായിരുന്നില്ല. മനസ്സിനകത്ത് വളരെയധികം അസ്വസ്ഥത ഉണ്ടായിരുന്നു. നമ്മൾ എന്താണ് ഇതിൻ്റെ കാരണമെന്ന് കണ്ടുപിടിക്കണം എന്ന് പറയണ്. ആരാ പറയണേ? ശകുനി ആരോടാ പറയണേ? ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറയണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ധൃതരാഷ്ട്രയുടെ അളിയനായിട്ട് വരും ശകുനി, ദുര്യോധനന്റെ അമ്മാവൻ. അപ്പൊ ധൃതരാഷ്ട്ര ഈ കഥ കേട്ടിട്ടില്ലേ? ദുര്യോധനന്റെ മനസ്സിലെ സങ്കടം കേട്ട് ധൃതരാഷ്ട്രക്കും സങ്കടം വന്നു. ധൃതരാഷ്ട്രയുടെ മകനല്ലേ ദുര്യോധനൻ. അപ്പോൾ ധൃതരാഷ്ട്രൻ എന്ത് ചെയ്ത് ദുര്യോധനെ വിളിപ്പിച്ചിട്ട് ധൃതരാഷ്ട്ര ചോദിക്കുകയാണ്, മകനെ, മോൻ്റെ വിഷമം എന്താണ് മോൻ ഇത്രയും സങ്കടപ്പെടാനുള്ള കാരണം? എന്നോട് പറയൂ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് നിന്നെ സന്തോഷിപ്പിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. നിന്റെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദുര്യോധനൻ പറഞ്ഞു, അച്ഛാ, അവർ നമ്മുടെ ശത്രുക്കളല്ലേ. ആരാണ് നമ്മുടെ ശത്രുക്കളല്ലേ എന്ന് ചോദിക്കണേ? പഞ്ചപാണ്ഡവന്മാരല്ലേ ചോദിക്കണേ? അച്ഛാ, പഞ്ചപാണ്ഡവന്മാർ നമ്മുടെ ശത്രുക്കളല്ലേ? അത് നമുക്ക് മനസ്സിലാക്കേണ്ടതല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറഞ്ഞു, ധൃതരാഷ്ട്ര മഹാരാജാവ് മകനോട് പറഞ്ഞു, അല്ല, നമുക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മക്കളും എൻ്റെ അനുജൻ്റെ മക്കളായ പാണ്ഡവന്മാരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അവർ നന്നായി ജീവിക്കട്ടെ, അവരുടെ കഴിവുകൾ കൊണ്ടല്ലേ അവർ നന്നായി ജീവിക്കണേ എന്ന് ആരാ പറയണേ? ധൃതരാഷ്ട്ര ദുര്യോധനനോട് പറയാണ്. ദുര്യോധനൻ ധൃതരാഷ്ട്ര മകനാണല്ലോ. അപ്പം എന്താ വ്യത്യാസമുള്ള? എൻ്റെ അനുജൻ്റെ മക്കളും നിങ്ങളെപ്പോലെ തന്നെയല്ലേ, എന്താണ് അതിൽ വ്യത്യാസമുള്ളതെന്ന് പറയുക. അപ്പോൾ ദുര്യോധനൻ പറയാണ്, അച്ഛൻ്റെ ചിന്തകൾ വേറെയാണ്. എന്നെ സംബന്ധിച്ചോളം അവർ ശത്രുക്കളാണ്. നമുക്ക് ഒരു രാജാവെന്ന നിലയ്ക്ക് എനിക്ക് മറ്റുള്ളവരുടെ വിജയം കണ്ട് എനിക്ക് അങ്ങോട്ട് സന്തോഷിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ശത്രുക്കളായ പാണ്ഡവന്മാരുടെ വിജയം കണ്ടിട്ട് എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. ഇതാരാ പറയുന്നേ? കുട്ടാ ഉറങ്ങിയോ?
കുട്ടാ ഉറങ്ങിയോ? അപ്പോൾ ഈ അസൂയ എന്ന് പറയുന്നതും ഈ ദേഷ്യം എന്ന് പറയുന്നതും മനുഷ്യൻ്റെ ഒരു വികാരമാണ്. എനിക്ക് അച്ഛൻ്റെ അത്രയും ഇതുപോലെ ചിന്തിക്കാൻ പറ്റില്ല. എനിക്ക് അവരുടെ വിജയം കണ്ട് സന്തോഷിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളും അവരുടെ ഒപ്പം തുല്യരാവണം, അല്ലെങ്കിൽ അവരെക്കാട്ടിലും കൂടുതൽ ഭംഗിയായിട്ട് നമുക്ക് രാജ്യം ഭരിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം എന്ന് ദുര്യോധനൻ പറയും. ഉറങ്ങിയില്ലേ കുട്ടി? നമ്മൾ ഇന്ന് ആർ.കെ. നാരായണൻ്റെ മഹാഭാരത എന്ന കഥയിലെ 21ാമത്തെ എപ്പിസോഡ് സിറ്റി ഓഫ് സ്പ്ലെൻഡർ എന്ന 6ാമത്തെ ചാപ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ദുര്യോധനൻ്റെ മനസ്സിലുള്ള വികാരത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.